എങ്ങനെയാണ് അന്നത്തെ ഇപ്പം ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു? ഞങ്ങൾ അട്ടമലയിലായിരുന്നു താമസം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ കയറ് കെട്ടിയെടുത്ത് കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചൂരമലയാക്കി. ഞങ്ങൾ പോലീസ് വണ്ടിയിൽ കയറിപ്പോയത് ഇപ്പം കണ്ടില്ല. അപ്പോൾ ഓൻ്റെ വിചാരം ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഞങ്ങളെ കാണാൻ വേണ്ടിയുള്ള ആ ഒരു തെരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5-6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം നമ്മൾ വരുമ്പോഴാണ് ഇവിടുന്ന് ടൗണിൽ നിന്ന് ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ കൂടെ കൂടിയത്. രണ്ടാളും ഒരുമിച്ച് കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ല അത് ഭയങ്കര നമ്മളെ സ്വന്തം മക്കളെ പോലെ ഇതുണ്ട്. ഇപ്പോഴും ഞാൻ രാവിലെ പശുവിനാട്ടാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരും, തിരിച്ചു വരും. എനിക്കൊരു കൂട്ടാണ് ഇവന്. ഞങ്ങൾ രാവിലെ കണ്ടപ്പോഴേ ചേച്ചി അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. മുഴുവൻ സമയത്തും എങ്ങനെയാണ്? അതെ അതെ, വീട്ടിൽ തന്നെയാണ്, എൻ്റെ കൂടെ തന്നെയാണ്. എൻ്റെ കൂടെ തന്നെ എല്ലാം. എന്താണ് ഇപ്പം നായ്ക്കളെ കണ്ട പേടിയാണേ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് വേണം അപ്പുറത്തേക്ക് കടത്താനോനെ. മോനുണ്ടെങ്കിൽ മോൻ്റെ കൂടെ വണ്ടിയിൽ വരും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് അപ്പുറത്തേക്ക് വേണം ഞങ്ങൾ കിടത്തും. ഈ ലിയോ അന്ന് കുറച്ച് ദിവസം മിസ്സായപ്പം എന്തായിരുന്നു? അയ്യോ പറയണ്ടല്ലോ. അല്ല പിന്നെ എൻ്റെ ഭർത്താവ് ഇവരെ കൂടെ ഉണ്ടായിരുന്നു, ഇവിടെ ബോഡി വലിക്കാൻ. അപ്പോൾ ദിവസം കാണും, പക്ഷെ ഇവന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവരേന്ന് വാങ്ങിക്കൊടുത്താലും ഇവൻ കഴിക്കില്ല. ഞങ്ങളെ കാണാണ്ട് ഭക്ഷണം കഴിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് അന്നത്തെ പോലീസുകാരൊക്കെ പറയുണ്ടായി, ചിക്കൻ കാല് കൊടുത്തിട്ട് പോലും അവൻ കഴിക്കുന്നുണ്ടായില്ല. അപ്പോൾ എല്ലാവരും വിചാരം മരിച്ച കൂട്ടത്തിലത്തെ ഏതെങ്കിലും നായായിരിക്കും അവരെ തരികയെന്നുള്ളൊരു ഇതിലാണ് അവന് നിന്നത്. പിന്നെ ഞങ്ങളിവിടെ കണ്ട് ഇവനെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റി കൊണ്ടുപോയി ഒരു ST പ്രൊമോട്ടറെ വീട്ടിലാക്കി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ അവനെ പോയി കൊണ്ടുപോയി. എന്തായിരുന്നു ലിയോ കണ്ടപ്പോൾ എന്തായിരുന്നു ലിയോയുടെ പ്രതികരണം? എന്തായിരുന്നു ചേച്ചി അന്ന്? കെട്ടിപ്പിടിക്കലും കരച്ചിലൊക്കെ ആയിരുന്നു അവന്. അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ. ഞങ്ങൾക്കും അതെ. പക്ഷെ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങളൊന്നും അറിയുന്നുണ്ട് മൂപ്പര്. അല്ല പക്ഷേ ഞങ്ങളെ കാണാത്തൊരു സങ്കടം അവൻ എന്തായാലും ഉണ്ടാവുമല്ലോ, നമ്മളങ്ങനെ വളർത്തുന്നതല്ലേ. എന്തായാലും നടക്കട്ടെ. ഞങ്ങൾ രാവിലെ അവിചാരിതമായി ഇങ്ങനെ ഈ ബെയിലി പാലത്തിനപ്പുറത്ത് ആ തേയിലത്തോട്ടത്തിന് അപ്പുറത്ത് നടന്നു പോകുമ്പോഴാണ് ഉമ്മേച്ചിയുടെ കൂടെ ലിയോ നടന്നു പോകുന്നത് കണ്ട് അന്നത്തെ ആളല്ലേ ഇത് എന്ന് ഞങ്ങൾ നോക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് വലിയ എന്താ പറയുക അതിജീവനത്തിൻ്റെ ഒരു സമയം, നമ്മൾ എങ്ങനെ തിരിച്ചു വരാം എന്ന് ആലോചിക്കുന്ന സമയം, ചൂരൽമലക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ചൂരൽമലയിൽ നിന്ന് വലിയ നൊമ്പരങ്ങൾക്കിടയിലും നമുക്ക് ഒരു നേരിയ സന്തോഷം നൽകിയ ദൃശ്യമാണ്. ലിയോയും ഉമേച്ചിയും ഈ ഒരു വർഷം കഴിയുമ്പോൾ അല്ലേ, മനസ്സിൽ നിന്നുള്ള പ്രയാസമൊന്നും മാറിയിട്ടില്ലെങ്കിലും. പ്രയാസം മാറില്ല. എൻ്റെ മോനും മരിച്ചു, വിവേക് ലിവർ മാറ്റിയേക്കല്ലേ. അപ്പോൾ ആ ഒരു സങ്കടമുണ്ട്. ഓൻ കൊണ്ടുവന്ന നായ്ക്കുട്ടിയാണിത്. ജനുവരി 2-ാം തീയതി മരിച്ചു.